സോ ഗൈസ്, എനിക്കിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഷെഫീന ബീവിയെ വിളിച്ചില്ലേ കല്യാണത്തിനെന്ന്. എന്നെ വിളിച്ചില്ല ഗൈസ്. എന്നെ വിളിക്കാനും മാത്രമുള്ള സൗഹൃദമൊന്നും ഞാൻ ആ പെൺകുട്ടിയുമായിട്ട് കീപ്പ് ചെയ്യുന്നില്ല. ആളാരാണെന്നല്ലേ, അനുമോളെ ഞാൻ ബിഗ് ബോസിൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ കട്ടയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് നമ്മൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടാണോ എന്ന് ചോദിച്ചാൽ നത്തിങ്. ഇടയ്ക്കിടയ്ക്ക് പലരും പറയും ഞാൻ പെയ്ഡാണ് കാശ് വാങ്ങിയിട്ടാണ് പറയണതെന്ന്. നോ, കാശ് വാങ്ങിയിട്ടല്ല. നമുക്ക് കാണുന്ന കാര്യം നമ്മുടെ മനസ്സിന് ബോധ്യപ്പെട്ടാൽ നമ്മൾ പറയും. ബിഗ് ബോസിനകത്ത് പുള്ളിക്കാരത്തി ജെന്യുവിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ ജെന്യുവിനിറ്റി എന്നതിനേക്കാൾ ഉപരി ഒരു കുലസ്ത്രീയായിരുന്നു പുള്ളിക്കാരത്തി. ആ കുലസ്ത്രീത്വം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അത്യാവശ്യം നമ്മളിപ്പോൾ പുരോഗമനവാദമൊക്കെ പറയുന്ന കുറേ ആൾക്കാരുടെ ഒരു സ്ഥിര പരിപാടി ഉണ്ടല്ലോ. പുരോഗമനവാദം എന്ന് പറഞ്ഞാൽ പ്രീ സെക്സ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം ഫോർമുല കൊണ്ടുവയ്ക്കുന്ന കുറേ മനുഷ്യരുണ്ടല്ലോ. അവരുടെ മുന്നിൽ വ്യത്യസ്തയായിട്ട് നിന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മോഹൻലാൽ ഉൾപ്പെടെ എടുത്തു വെച്ച് ഉടുക്കണതും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം വിഷയം അതൊന്നുമല്ല, കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് ഗൈസ്. കൊച്ച് നന്നായിട്ട് കല്യാണം കഴിച്ച് പോയിട്ടുണ്ട്. ഒരു മൊഞ്ചുള്ള ചെറുക്കൻ. ചെക്കൻ്റെ പേരെന്താ, ഭുവനേഷ് എന്നൊക്കെയാണ്. പിന്നെ കുറേ റീൽസ് ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഈ ഒരു റീൽസിൻ്റെ താഴെ വന്ന കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്കൊക്കെ എന്തരടേ, ആ കൊച്ച് ജീവിച്ച് പോട്ടെന്ന്. 10-30 വയസ്സായില്ലേ, 30-32 വയസ്സെന്തോ ആയി അതിന്. ഇപ്പം അതിനൊരു വിവാഹം ഒത്തു വന്നു, അത് വിവാഹം കഴിച്ചു. രഹസ്യമാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സർപ്രൈസ് ആക്കി വെച്ചതായിരിക്കാം. ഇതിനെ പറ്റി മുമ്പ് നമ്മുടെ ഷിയാസ് കരീം ഒരിടത്തൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ചുള്ളം പയ്യനായിരിക്കും, നല്ലൊരുത്തനാണ്, സിനിമ ഫീൽഡിൽ അല്ല എന്ന് പറയുന്നുണ്ട്. കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ ഇവൻ ഏതോ തമിഴ് ഇതിനകത്തുള്ള നടനാണെന്ന് പറയണം. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. ഏതായാലും ആരെ അങ്ങനെ വിവരമൊന്നും അറിയിക്കാതെ വിവാഹം നടത്തി എന്നുള്ളതാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആദില നൂറയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹം മംഗളകരമായി പൂർത്തീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പച്ചമാലയും ക്ഷേത്ര നടയൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഗുരുവായൂർ അമ്പലത്തിലായിരിക്കാനാണ് ചാൻസ്. ആക്ച്വലി ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇത് പഠിക്കാനൊന്നുമില്ല. ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. നല്ല മംഗളാശംസകൾ, അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് ഇത് എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അവൾ കല്യാണം കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിലും എനിക്ക് ബന്ധം. പക്ഷേ ഒരു കാര്യമുണ്ടേ, എന്നെ വിളിച്ചില്ല എന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, തൊള്ള ശരിയാണല്ലോ. നമ്മൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കൊച്ചിനെ എന്നെ വിളിച്ച്, ചേച്ചി നിങ്ങൾ എൻ്റെ കല്യാണത്തിന് വരുമോ എന്നൊന്നും ചോദിച്ചുകൂടായിരുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരെയും ഒന്നും സഹായിക്കാനൊന്നും പോകരുത്. നമ്മൾ PR ആയിരുന്നെന്നും PR പൈസ വാങ്ങിയിട്ടുണ്ടെന്നും നമ്മൾ പൈസയുടെ ഇനത്തിലാണ് സംസാരിക്കണേന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഓരോന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്തത്, നമ്മളൊരു സപ്പോർട്ട്, അത്രയേ ഉള്ളൂ. അതങ്ങനെ തന്നെ തുടരും. ഇപ്പം ബിഗ് ബോസിൽ ആര് പോയാലും ജെന്യുവിനായിട്ട് നിൽക്കുന്ന ആരാണോ അവർക്കൊപ്പം നമുക്ക് നിൽക്കാം, അത്രയേ ഉള്ളൂ. സംഭവബഹുലമായ ഒരു ബിഗ് ബോസും അതിനുശേഷമുള്ള സംഭവ ബാഹുല്യമുള്ള ഒരു കല്യാണം സന്തോഷമായി കഴിയണം, സന്തോഷമായി. പക്ഷെ എനിക്ക് കമൻറ്റോളികൾക്ക് മറുപടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണ്? സൂയ താങ്ങാൻ പറ്റുന്നില്ലല്ലേ? ഒരു കാര്യം തുറന്നു പറയാം, കല്യാണ വേഷത്തിൽ ആ ചെറുക്കൻ ചെറിയ പയ്യനായിട്ടും ഇവക്കും നല്ല പ്രായമുള്ളതായിട്ടും തോന്നുന്നു. പക്ഷെ ഇവളുടെ ചേച്ചി ഉണ്ടല്ലോ, ഭയങ്കര സുന്ദരിയായിട്ടും തോന്നി. 2-3 വീഡിയോ കണ്ടപ്പോൾ ഉള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ ചേച്ചി ഒരുങ്ങിയത്. അവരെ കൊണ്ടങ്ങനെ ഒരുക്കിച്ചാൽ പോരായിരുന്നു. ഇത് ആകെ കൊണ്ട് വിട്ട്. ഇനി ഇതിന് ശേഷം റിസപ്ഷനും അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിലെങ്കിലും വല്ല മാറ്റങ്ങളും വരുത്തിയെങ്കിൽ കൊള്ളായിരുന്നു. ഭയങ്കര സുന്ദരിയാണ് ഈ കൊച്ച് കാണാനേ. എന്നിട്ട് ഇവരിങ്ങനെ ഓവർ മേക്കപ്പ് ഇട്ടങ്ങ് നശിപ്പിച്ചു. പിന്നെ പുള്ളിക്കാരത്തേക്ക് നല്ല പേടിയുണ്ട്. ഭുവനേശ്വരിൻ്റെ അടുത്ത് ആരാ പേര് ചോദിക്കുന്നത്, പേരെന്തോ ചെക്കൻ തമിഴല്ലയോ, വലിയ പെട്ടെന്നൊന്നും പിടി കിട്ടുന്നില്ല. അവൻ മിണ്ടാതെ പോണു. അപ്പോൾ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്, അത് പേരൊക്കെ ചോദിക്കണം. എൻ്റെ കൊച്ചെ ഇങ്ങനെ പേടിക്കില്ല അല്ലേ? പേടിക്കുന്നൊരു കാലാവസ്ഥയാണല്ലോ നമ്മളത്. യൂട്യൂബർമാരുടെ അടുത്ത് വെച്ച് ഉടുക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഉള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും എൻ്റെ ഭാഗത്തുനിന്ന് മംഗളാശംസകൾ. പിന്നെ വിവാഹത്തിന് ഒരാളെ ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരിക്കണം, നമുക്ക് പരസ്പരം അറിഞ്ഞിരിക്കണം. ഞാനൊരു ഫോൺ കോളിൽ പോലും ആ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല, എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട്. അവരെൻ്റെ അടുത്ത് സംസാരിക്കുമെന്നോ അവരെന്നെ വീട്ടിൽ വിളിക്കുമെന്നോ ക്ഷണിച്ചിരുത്തുമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചുമല്ല നമ്മൾ ഈ റിവ്യൂ നടത്തിയിട്ടുള്ളത്. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ശോഭയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അഖിലും അണ്ണനുമായിട്ട് ഞാൻ അടി കൂടാനുള്ള മെയിൻ കാരണം ശോഭയാണ്. ശോഭ ഒരു കോള് പോലും ചെയ്തിട്ടില്ല നമ്മളെ. അപ്പോൾ പിന്നെന്തുവാ, ശോഭയ്ക്ക് നമ്മളെ അറിയുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ.
അത്രയേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് ഒരാൾ പെട്ട് നിൽക്കുമ്പോൾ അവർക്ക് കുറച്ചൊരു സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് അവരുടെ ഫാൻസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. എനിക്കതിനകത്ത് റിഗ്രഷനൊന്നുമില്ല. പുറത്ത് വന്ന അവരുടെ ക്യാരക്ടർ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദിയില്ല. നമ്മൾ അതിനകത്ത് അവൾ പോയ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകളാണ് നമ്മൾ വിശദീകരിച്ച് വിശകലനം നടത്തി പറഞ്ഞത്. ഇപ്പം ഞാൻ പുറത്ത് നിൽക്കുന്ന അഖിൽ മാരാറിനെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് അഖിൽ മാരാർ. പക്ഷെ നിങ്ങൾ ഈ 3 സീസൺ ഞാൻ റിവ്യൂ ചെയ്തതിൽ 3ലും എനിക്ക് അഖിലിൻ്റെ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറഞ്ഞത്. സോ നമുക്ക് എന്താണ് അപ്പോഴ് ഇത് കാണുന്നത് അതേ പറയാൻ പറ്റുള്ളൂ. ആകെ മൊത്തം അഖിലിനെ എടുത്ത് തലയിൽ വയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, ചീത്ത ചെയ്താൽ ചീത്ത എന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒരു കുലസ്ത്രീ കൂടെ വിവാഹിതയായി എന്നുള്ളതാണ്. പലരും അവിടെ ഉപദേശങ്ങൾ കൊടുക്കുന്നത് എത്ര ദിവസം നീണ്ടു നിൽക്കും. അത് ഒരു മനോരോഗമാണ് അങ്ങനെ അത്തരം കമൻറ്റുകൾ കൊണ്ടിടുന്നത്. ഒരു വിവാഹം നടക്കുമ്പോൾ അവിടെ കൊണ്ടിടേണ്ട കമൻറ്റ് വിവാഹ മംഗളാശംസകൾ എന്നാണ് മലയാളീസേ. അതിനകത്ത് മോശം കമൻ്റ് ഇട്ട് മലയാളികളെടുത്താണേ, അല്ലാണ്ട് പോക്കൃത്തരമല്ല അവിടെ എഴുതി വെക്കേണ്ടത്. തലയ്ക്ക് വെളിവില്ലാത്ത കുറേ എണ്ണമുണ്ട്. ഒരു വിവാഹം പൊളിഞ്ഞാലും നല്ലതായാലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല, ലാഭവും ഇല്ല, സന്തോഷം ഉണ്ടാവുമായിരിക്കും അല്ലേ. ഒരാളുടെ നഷ്ടത്തിലോ ഒരാൾ നശിച്ച് കാണുന്നതിലോ സന്തോഷമായിരിക്കും. വേറൊരിടത്തൊരു കമൻ്റ് ഉണ്ടായിരുന്നതോ, ഒത്തിരി പേരെ തേച്ച അഹങ്കാരിയാണ്, ഇതും അധികം ദിവസം നീണ്ടു നിൽക്കത്തില്ല എന്ന് പറയുന്നു. തേപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തേക്കാൻ നിന്നു കൊടുത്താൽ അവനൊട്ടും മോശമായിരിക്കത്തില്ലല്ലോ. നമ്മൾ ഒരു സൈഡ് മാത്രമല്ലേ കാണുന്നത്, അതർ സൈഡ് നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മളിങ്ങനെ അങ്ങ് വിലയിരുത്തരുത്. പിന്നെ സ്ത്രീകൾ ഇച്ചിരി അഹങ്കാര വർത്തമാനം പറഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് പറയണതും ശരിയല്ല. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും നന്നായിരിക്കട്ടെ, പല്ലാണ്ട് വാഴ നൽവാഴ്ത്തുക്കൾ എന്ന് മാത്രം ഞാൻ പറയുന്നു എൻ്റെ സൈഡിൽ നിന്ന്. അപ്പം നിങ്ങൾ ആരും അതിനകത്ത് ഏടാകൂടെ വർത്തമാനങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിച്ചൊരു വിഷമോ ഇല്ല. അവർ വന്ന സമയത്ത്, അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു കോള് വിളിക്കുമെന്നൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നായിരുന്നു. പക്ഷെ അവർ വിളിച്ചില്ല. അതും വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വറീഡോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇവരിതിന് ഇടയ്ക്കൊരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ഞാൻ മോഹൻലാലിന് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഏർപ്പാട് ചെയ്ത ആളല്ല. അല്ല, നിങ്ങളാണ് വിശ്വസിക്കാത്തത്. അവരെന്നെ ഏർപ്പാട് ചെയ്തിട്ടില്ല. എന്നെ അവർ ഏർപ്പാട് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ പേയ്മെന്റിൽ കിട്ടുന്ന വ്യക്തിയല്ല ഷെഫീന ബീബി എന്ന് നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത് ഗൈസ്. അവർക്കൊക്കെ അറിയാം. അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ കട്ടുപാടാകെ മാറ്റേനേ. ശരി, എന്തായാലും നമ്മളെ കൊച്ചു തമിഴ്നാട്ടിലേക്കാണ് ചേക്കേറിയത്. വരട്ടെ, നല്ല കാര്യം, നല്ലത് നടക്കട്ടെ. പിന്നെ അവരുടെ ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ പറയാനുണ്ടായിരുന്നു, അതും ഭയങ്കര ബോറായിരുന്നു. കളറൊക്കെ ഓക്കെ, ഒരു സ്വർണ്ണ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണ പെണ്ണൊരു സ്വർണ്ണ കളർ ഇട്ടിരിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ, ആ ഉടുപ്പ് അതങ്ങോട്ട് ഒത്തില്ലടേ. ചെറുക്കൻ്റെ ഓക്കെ, ചെറുക്കൻ്റെ ഡ്രസ് കോഡൊക്കെ സൂപ്പർ, ചെറുക്കൻ്റെ മേക്കപ്പ് എല്ലാം. നമ്മളെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. പഞ്ചവർണ്ണ കിളിയാണ് അവൾ, പഞ്ചവർണ്ണ കിളി, പഞ്ചാരക്കുട്ടി. അവളിങ്ങനെ ഓലങ്ങോട്ട് ഒരുങ്ങിയതിലൊരു സങ്കടമുണ്ട്. ഈ ഒരു കുറവ് ദയവ് ചെയ്തിട്ട് അടുത്ത റിസപ്ഷനിൽ മാറ്റിയെടുത്ത് ഞങ്ങളെ ഒന്ന് ഞെട്ടിക്കണം. ആര്യയുടെ കല്യാണത്തിന് പോയിരുന്നു. അമ്മ എന്താ ലുക്ക്! ആ മേക്കപ്പൊക്കെ പറഞ്ഞാൽ തീരത്തില്ല, അമ്മാതിരി സൂപ്പറായിരുന്നു. ആര്യ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ പക്ഷേ മിക്ക ഇൻ്റർവ്യൂകളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഒത്തിരി ഏജൊക്കെ തോന്നുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പം സത്യം പറഞ്ഞാൽ അവനൊരു പാവക്കുട്ടിയെ കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലായത്. അമ്മാതിരി ബ്യൂട്ടി ആയിരുന്നു ആര്യയുടെ വിവാഹത്തിന് ഞാൻ പോയപ്പോൾ ഉള്ള ആര്യ പറയണത്. എൻ്റെ സെയിം തിങ് ജാസ്മിൻ്റെ കേസ് തോന്നുന്നു. നേരിട്ടൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സൂപ്പറാണ്. അപ്പോൾ നമ്മളിപ്പം ബിഗ് ബോസിനകത്ത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ചെറിയ കുട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്തത്. എനിക്ക് കുറച്ച് ഏജ് തോന്നുന്നു. അത് മേക്കപ്പിൻ്റെ പ്രോബ്ലമാണ്. അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. എന്നെ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിഷമിക്കണ്ട. എനിക്ക് അതിനകത്തൊരു വിഷമവും ഇല്ല. ഇനി ഓള് വിളിച്ചാലും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല. അപ്പോൾ എന്തിനാ ആര്യയുടെ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞാൽ അത് മോൻ്റെ ഡിമാൻഡായിരുന്നു. എൻ്റെ മകനാണ് നിർബന്ധിച്ചത്. ആ വിവാഹത്തിന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് മകനാണ്, അതുകൊണ്ടാണ് പോയത്. അല്ലാതെ അങ്ങനെ വിവാഹങ്ങളിലൊന്നും ഞാനങ്ങനെ പങ്കെടുക്കാമല്ലോ. ഒന്നാമത് ഞാൻ ഫിസിക്കൽ ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്നെ മാറ്റി നിർത്തുന്നതാണ് എനിക്ക് സന്തോഷം. ബിക്കോസ് നമ്മളവിടെ ചെല്ലുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ശരി, ഓക്കെ.